ഇപ്പൊ എ ടു ഇസഡ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കേരളത്തില് വിവിധ ഇടങ്ങളിൽ ഉണ്ടെന്ന് തോന്നുന്നു. എത്രത്തോളം വിവിധ ആലപ്പുഴ, ചേർത്തല, എരമല്ലൂർ ഇങ്ങനെയുള്ള ബ്രാഞ്ചസ്, കോട്ടയം, വൈക്കം. കേരളത്തിലെ ആദ്യത്തെ ഓട്ടോമൊബൈൽ ഡിപ്ലോമ പാസ്സായ മോളാണ് ഞങ്ങളുടെ മോള്. അന്നൊന്നും വനിതകള് ഓട്ടോമൊബൈലിൽ പഠിക്കില്ലല്ലോ. അപ്പൊ അച്ഛന്റെ ആഗ്രഹപ്രകാരമാണ്, അല്ലാതെ കുട്ടികളുടെ ആഗ്രഹപ്രകാരമല്ല. മൂത്ത മോനാണെങ്കിൽ ഭയങ്കര വണ്ടി ക്രൈസ് ആയിരുന്നു. ബാക്കിയുള്ളവരൊക്കെ ഇതിലോട്ട് ഓട്ടോമാറ്റിക് ആയതാണ്. അപ്പൊ ആ മോളും കോട്ടയത്ത് ഡ്രൈവിംഗ് സ്കൂൾ നടത്തണം. A to Z തന്നെയാണ് അവള് വൈക്കം. ആ ഡ്രൈവിംഗ് സ്കൂൾ അവള് തന്നെ. എത്ര ബ്രാഞ്ചുകളുണ്ട്? 23ഓളം ബ്രാഞ്ച്. 23 ബ്രാഞ്ച് ഉണ്ട് അല്ലേ? അപ്പൊ അതിലൊക്കെ അമ്മയുടെ ഒരു നോട്ടം ഉണ്ടാവുമായിരിക്കും. തീർച്ചയായിട്ടും എല്ലാ കാര്യത്തിലും ഒരു അഭിപ്രായവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇനിയിപ്പോ നമുക്ക് ഏത് രീതിയിലാണ് ഇതിനെ വികസിപ്പിക്കുക, അല്ലെങ്കിൽ ഇതിനെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് സാധ്യത ഇല്ലാത്ത ഒരു കാര്യം സ്പേസ് ആണ്. അത് ഹസ്ബൻഡിന്റെ ഒരു തോട്ടിലുണ്ടായിരുന്നു, വലിയൊരു എഞ്ചിനീയറിംഗ് സ്കൂള് ഒരു സ്ഥലത്ത് തന്നെ ഹോസ്റ്റൽ സൗകര്യം അങ്ങനെയൊക്കെ ആക്കണമെന്നുണ്ടായിരുന്നു. ഇതിപ്പോ നമുക്ക് പല സ്ഥലത്തും ബ്രാഞ്ചസ്, ഇപ്പോൾ ഒരു 4 ഏക്കറുകളും കളമശ്ശേരിയിൽ എടുത്തിട്ടുണ്ട്. അവിടെ നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുള്ള കെട്ടിടങ്ങളും കാര്യങ്ങളും ട്രാക്കൊക്കെ ഇതാക്കിയിട്ടുണ്ട്. പക്ഷെ ഹോസ്റ്റൽ സൗകര്യം കൂടി കൊടുക്കാനുള്ള ഒരു സ്പേസ് നമുക്കില്ല. നമുക്കൊരു 10-50 ഏക്കറൊക്കെ ഒന്നിച്ച് കിട്ടിയാൽ മാത്രമേ അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടി ഇത് നടത്താൻ പറ്റുള്ളൂ. അതിന് കൊച്ചുമക്കളുടെ കാലത്ത് നടക്കണമെങ്കിൽ നടക്കട്ടെ എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഉള്ള സൗകര്യത്തിലൊക്കെ നമ്മൾ അത് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം ഇതൊരു ഫാമിലി ബിസിനസ് ആണല്ലോ. അതെ, ഫാമിലി ബിസിനസ്. അപ്പൊ പുറത്തുനിന്നും ആരും എന്തായാലും ഇൻവെസ്റ്റേഴ്സ് അങ്ങനെയൊന്നും നോക്കുന്നില്ല. ഇല്ല. എല്ലാരും പറയണുണ്ട് ദുബായിൽ ഫ്രാഞ്ചൈസി കൊടുക്കുക, അവിടെ ഫ്രാഞ്ചൈസി കൊടുക്കുക. അപ്പൊ നമ്മുടെ ക്വാളിറ്റിയും നമ്മുടെ ഇതും ഒക്കെ നഷ്ടപ്പെടുമെന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് നമ്മൾ നോക്കി നടത്തും പോലെ ആവില്ല എന്നുള്ളത്. നമ്മളിപ്പോ പറയാറുണ്ടല്ലോ, നമ്മളെ വണ്ടി നമ്മൾ സൂക്ഷിക്കുന്ന പോലെ ആവില്ല. തൃശ്ശൂരും ഉണ്ടായിരുന്നു, പക്ഷെ പിന്നെ അത് അങ്ങോട്ട് നോക്കാൻ പറ്റാതെ വന്ന് നിർത്തി. ഇനിയിപ്പോ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കൊച്ചുമോനോട് പലരും അവിടെ വന്ന് വയനാട് വന്നവരൊന്നും തുടങ്ങി, അല്ലെങ്കിൽ അവിടെ വന്നവരൊന്നും തുടങ്ങി, ഇവിടെ നിന്ന് എല്ലാരും പറയുന്നുണ്ട്. എന്നാലും അതൊന്നും ഇപ്പൊ പെട്ടെന്നാവില്ല. എന്ന് വെച്ചാൽ സ്ഥലം കൂടും, വണ്ടിയല്ലേ അത് ഓടിപ്പിക്കണമെങ്കിൽ സ്ഥലം കൂടുതലും, വിശാലമായിട്ടുള്ള സ്ഥലം വേണം.